ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാചാരമുള്ളത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി ശ്രീ വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത്. അസുര നിഗ്രഹത്തിനു വേണ്ടി അവതരിച്ചു എന്നതാണ് വിശ്വാസം. എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിൻ്റെ ഗ്രാമ്യമാണെന്നും അഭിപ്രായമുണ്ട്. പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് ശ്രീ വിഷ്ണുമായ ചാത്തൻ്റേത്. ഉഗ്രമൂർത്തി കൂടിയാണ് ഇദ്ദേഹം. ചീക്കുട്ടി, പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണ്. വിഷ്ണുമായ എന്ന ഈ മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകലമാന ഐശ്വര്യവും ശ്രേയസ്സും മൂർത്തി തന്നെ പ്രദാനം ചെയ്യുന്നത് വാക്കിന് വ്യവസ്ഥ പാലിക്കുന്ന മൂർത്തിയായും അറിയപ്പെടുന്നു. വിഷ്ണു ചൈതന്യമൂർത്തി ആരെ എന്താവശ്യപ്പെട്ടാലും ചെയ്തു തരുന്നു. ഉപാസനയുള്ളവർ വിളിച്ചാൽ വിളിപ്പുറത്താണെന്നും കരുതി പോരുന്നു. തന്നെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ മൂർത്തിക്ക് മറ്റ് ഏതു മൂർത്തിയേക്കാളും ശക്തിയുണ്ടെന്ന വിശ്വാസം ഭിന്നാഭിപ്രായം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. കണ്ണങ്കേരി ഇല്ലം എന്ന നമ്പൂതിരി തറവാട്ടിലെ ഭദ്രകാളി ദേവാലയത്തിൽ ആദ്യമായി വിഷ്ണുമായ മൂർത്തി സ്വയം എത്തി തന്നെയും ദേവിയുടെ കൂടെ ചേർക്കണമെന്നും എന്നാൽ കുടുംബത്തിൽ ഐശ്വര്യം താൻ കൊണ്ടുവരുമെന്നും പിൻകാലത്ത് തന്നെ ആരാധിക്കുന്ന വംശ പരമ്പരയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുമെന്നും വാക്കുകൊടുത്തു. പിന്നീട് ഗൗഡ സാരസ്വത ബ്രാഹ്മണരിലെ ഒരു ബ്രഹ്മചാരിയായ ഒരു യാത്രികൻ ഈ ഇല്ലത്തോടൊപ്പം 5 മൂർത്തികളെയും ഉപാസിച്ച് ഏറ്റെടുത്തതായും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ മക്കളും അവരിൽ ചിലർ ഇന്നും ഒരു കുടുംബക്ഷേത്രമായും ആരാധിച്ചു പോരുന്നതായും പഴമക്കാർ വിശ്വസിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരായി വരുന്നവർക്ക് ആ സ്വാത്വികൻ ഈ സ്വാമിശക്തി ഉപദേശിച്ചു കൊടുത്തതായും അവർ സ്വാമിയെ ആരാധിച്ച് തൃശ്ശൂർ കേന്ദ്രമാക്കി ക്ഷേത്രമുണ്ടാക്കിയതായും പിന്നീട് ഇല്ലം വിട്ടുപോന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവിയുടെ ഉടവാളാണ് ഇന്ന് ഇടപ്പള്ളി പള്ളിയിൽ ഉള്ളതെന്നും വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി വ്ലോഗ് തൃശ്ശൂർ.